Assalamualaikum warahmatullahi wabarakatuh. Alhamdulillah. Nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlilhu fala hadiya lahu. Wa nashhadu an la ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. صدق الله مولانا العظيم. ربي اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم. ഓരീശയേറിടുന്ന റമദാനെ വരവേൽക്കാൻ നീയൊന്നൊരുങ്ങണം. ഓരോരോ നെടുവീർപ്പിനും നീ നാഥനെ സ്തുതിയാലെ ദിനമെന്നും തേടണം. പുണ്യങ്ങൾ പൂത്ത് വിടരുന്ന മാസം ലൈലത്തുൽ ഖദറിന്റെ പോരീശ ശ്രേഷ്ഠം. മണ്ണിലെ അല്ലാഹുവിൻ റഹ്മത്തിൻ നോട്ടം. ആയിരം രാവിനെ കാണും അത് നേട്ടം. കരഞ്ഞു കണ്ണീർ പൊതിർന്നു കൊണ്ടെന്ന് ഈ രാവിൽ തേടിയിടാ. ഉറങ്ങാതെ കരഞ്ഞു പാടിയിടാ. സുബഹി കൂളിരേറ്റ് രാവിൽ ഇറയോനെ സുജൂദിലായി കരയണം. ചെയ്തുള്ളോരാത്മാഭാരം നീങ്ങുവാൻ റമദാനിൻ രാവിൽ തേടിയിടണം. പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ ചുണ്ടിൽ പെരിയോനിന്റെ മാസം ഈ മണ്ണിൽ. കുറ്റങ്ങളോർത്തിട്ട് കരയണം കണ്ണിൽ. പാപിയാം അടിമകൾ തേടണം റബ്ബിൽ. കരഞ്ഞു കണ്ണീർ പൊതിർന്നു കൊണ്ടെന്ന് ഈ രാവിൽ തേടിയിടാ. ഉറങ്ങാതെ കരഞ്ഞു പാടിയിടാ. ഏറെ സുന്നത്തും തറാവീഹ് നിസ്കാരം മുറതെറ്റാതെ നാം ചെയ്തിടണം. അതിനായി ആഫിയത്തും ആരോഗ്യവും ഉണ്ടാവാൻ പ്രാർത്ഥന കൂടണം. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ ഭവനത്തിൽ നാം ഒരുമിച്ച് കൂടിയതുപോലെ അവരുടെ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ മാസം നമ്മുടെ മുന്നിൽ ഇതാ എത്തിയിരിക്കുകയാണ്. ശഅബാൻ മാസം നാം കണക്കാക്കിയത് പ്രകാരം ബറാഅത്ത് നാം കണക്കാക്കിയത് പ്രകാരം വരുന്ന ചൊവ്വാഴ്ച
ശഅബാൻ 29 അന്ന് പിറ കണ്ടാൽ ബുധനാഴ്ച പരിശുദ്ധമായ റമദാൻ 1 ആരംഭിക്കുകയാണ്. പിറ കണ്ടില്ലെങ്കിൽ വ്യാഴാഴ്ച 19 തീയതി വ്യാഴാഴ്ച റമദാൻ 1 ആരംഭിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം റമദാനിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. സദാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ റമദാനിന്റെ നോമ്പിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന ശില എന്നാണ്. നോമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുറൽ ഇസ്ലാമി വഖവാഇദുദ്ദീൻ, ദീനിന്റെ അടിസ്ഥാന ശില, വഖവാഇദുദ്ദീൻ, ദീനിന്റെ തൂണ്, സലാസസുൻ, 3 കാര്യങ്ങളാണ്. അലൈഹിന്ന ഉസ്സിസൽ ഇസ്ലാം, ഈ 3 കാര്യങ്ങളുടെ പേരിലാണ് ഇസ്ലാമിനെ പണിയപ്പെട്ടിട്ടുള്ളത്, സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. മൻ തറക മിൻഹുന്ന വാഹിദ, ഈ അടിസ്ഥാന ശിലകളിൽ നിന്നും, ഈ ദീനിന്റെ തൂണുകളാകുന്ന ഈ 3 കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം ഒരാൾ ഉപേക്ഷിച്ചാൽ ഫഹുവ ബിഹാ കാഫിറുൻ, അവനെ കുറിച്ച് ദൈവനിഷേധി കാഫിർ എന്നാണ് അവനെ കുറിച്ച് പറയപ്പെടാൻ പറ്റുക. ഹലാലുദ്ദമ, ഇസ്ലാമിക നിയമപ്രകാരം അവന്റെ രക്തം ഹലാലായ രക്തം വീഴ്ത്താം, അവനെ കൊന്നുകളയപ്പെടാമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അങ്ങനെയുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളായ 3 കാര്യങ്ങളിൽ നിന്നും ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒന്നാമത്തെ ഇസ്ലാമിന്റെ അടിസ്ഥാന ശില അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, പരിപൂർണമായ ഈമാനികമായ വിശ്വാസമാണ്. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു വസ്സലാത്തുൽ മക്തൂബ, ഇസ്ലാമിന്റെ അടിസ്ഥാന ശില 5 നേരത്തെ നമസ്കാരമാണ്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് വസൗമു റമദാൻ, റമദാൻ മാസത്തിലെ നോമ്പ്, അത് ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലയാണ്. വഖവാഇദുദ്ദീൻ, ദീനിന്റെ തൂണാണ്. ഇതിൽ നിന്നും ഒന്നിനെ ഒരാൾ ഉപേക്ഷിച്ചാൽ അവരെ കുറിച്ച് പറയപ്പെടുന്നത് കാഫിറാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പുണ്യ റമദാനിലേക്ക് സമാഗതമാകുമ്പോൾ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം 2 ബാധ്യതകൾ നാം പൂർത്തീകരിക്കണം. ഒന്നാമതായി റമദാൻ മാസം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഇബാദത്ത് കൊണ്ട് പരിശുദ്ധമായ റമദാനിനെ നാം ധന്യമാക്കണം. ഫമൻ ശഹിദ മിൻഹുമുശ് ശഹറ ഫൽയസുംഹു, റമദാൻ മാസത്തിൽ ആര് സന്നിഹിതരാകുന്നുവോ ഫൽയസുംഹു, അവൻ നോമ്പ് പിടിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് റമദാനിലെ ഒരു നോമ്പ് പോലും നാം ഒഴിവാക്കരുത്, ഒരു നമസ്കാരം പോലും നാം ഒഴിവാക്കരുത്. തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ, ഖുർആൻ പാരായണം, ദിക്ർ ഉൾപ്പെടെ ഏതൊക്കെ നന്മകൾ പരിശുദ്ധമായ റമദാനിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ഒന്നുപോലും വിട്ടുകളയാതെ കൃത്യമായി നോമ്പും മറ്റുള്ള ആരാധനകളും നാം നിർവഹിക്കുക. വെക്കേഷൻ വരുന്നത് കൊണ്ട് നമ്മുടെ മക്കളെ കൊണ്ട് നിർബന്ധമായിട്ടും നോമ്പ് പിടിപ്പിക്കുക. തറാവീഹ് ഒരു കാരണവശാലും മക്കളെ കൊണ്ട് ഒഴിവാക്കിപ്പിക്കരുത്. അവരെ കൊണ്ട് നിർബന്ധമായി അവരെ പള്ളിയിൽ കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് തറാവീഹ് നമസ്കാരം ഉൾപ്പെടെ, സുബഹി നമസ്കാരം ഉൾപ്പെടെ എല്ലാത്തിലും നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അങ്ങനെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കുക എന്നുള്ളതാണ് റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത് റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റമദാനിലെ നോമ്പിനെ, അതിന്റെ ആ നോമ്പിന്റെ ആത്മീയത, അതിന് നാം ചൈതന്യമുണ്ടാക്കണം. നോമ്പിനെ വേണ്ട രീതിയിൽ നാം ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എല്ലാ ആരാധനകൾക്കും ജീവനുകളുണ്ട്. ജീവനുണ്ടെങ്കിൽ മാത്രമേ ആ ആരാധന കൊണ്ട് പ്രയോജനമുള്ളൂ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജീവനില്ലെങ്കിൽ ആ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എന്നതുപോലെ എല്ലാ ആരാധനകൾക്കും ജീവനുണ്ട്. ജീവനുണ്ടെങ്കിൽ മാത്രമാണ് ആ ആരാധന കൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ആ ആരാധന വെറും വേസ്റ്റാണ്, അത് നിഷ്ഫലമാണ്. പരിശുദ്ധമായ ഖുർആനിൽ നാം എപ്പോഴും ഓടാറുള്ള ആയത്താണല്ലോ, സൂറത്താണല്ലോ, ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ. മറ്റുള്ള
ഫവൈലുൽ ലിൽമുസല്ലീൻ, വൈലെന്ന നരകമാണ്. ഇതുപോലെ നോമ്പിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ തഖ്വയാണ്. നോമ്പിന്റെ ആത്മാവായ തഖ്വ അത് നോമ്പിലൂടെ നാം ആർജിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നോമ്പ് ജീവനുള്ളതായി തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് നമ്മെ പരിചയപ്പെടുത്തുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുകയാണ്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനാണ്? നോമ്പിന്റെ ചൈതന്യമായ, നോമ്പിന്റെ ആത്മാവായ ലഅല്ലകും തത്തഖൂൻ, തഖ്വയുള്ളവരായി തീരുവാൻ, നോമ്പിന്റെ ചൈതന്യമായ തഖ്വയുള്ളവരായി തീരാൻ അല്ലാഹു. അതുകൊണ്ട് നമുക്ക് തഖ്വ, നോമ്പിന്റെ ചൈതന്യം നമുക്ക് കരസ്ഥമാക്കണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ മനസ്സ് നന്നാകണം, നമ്മുടെ ഹൃദയം ശുദ്ധിയാകണം. ഹൃദയ വിശുദ്ധിയോടുകൂടി നോമ്പിനെ നാം വരവേൽക്കണം. ദബ്ബയിലേക്കും ദാറുൽമുഅ്മിനീൻ, മുൻഗാമികളായ ആളുകൾക്ക് വന്നുപെട്ടതായ തെറ്റുകുറ്റങ്ങൾ നിങ്ങളിലേക്ക് നുഴഞ്ഞു കയറുമെന്നാണ് നബികൾ പറഞ്ഞത്. അൽ ഹസദ് വൽ ബഗ്ദാ, അസൂയയും അതുപോലെ മറ്റുള്ളവരോടുള്ള വിദ്വേഷവും, ഹിയൽ ഹാലിക, അത് നിങ്ങളെ മുണ്ടനം ചെയ്തു കളയും. ലാ ഖൂലു ഹാലികുശ് ശഅറ, മുടി മുണ്ടനം ചെയ്യുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഹാ തഹ്ലികുദ്ദീന, അസൂയയും വിദ്വേഷവും നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ നിങ്ങളുടെ ദീൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. ദീൻ തന്നെ നിങ്ങളിൽ നിന്നും ഇല്ലായ്മയായി പോകും. അതുകൊണ്ട് ഹൃദയ വിശുദ്ധിയോടുകൂടിയായിരിക്കണം റമദാനെ നാം വരവേൽക്കേണ്ടത്. എങ്കിൽ മാത്രമാണ് തഖ്വ നമ്മിൽ ഉണ്ടായിത്തീരുകയുള്ളൂ. രണ്ടാമത്, ഓരോ അവയവങ്ങളും പാപങ്ങളിൽ നിന്നും നാം ശുദ്ധിയാക്കുക. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരാൾ യഥാർത്ഥ മുസ്ലിമാണെന്നതിന്റെ അടയാളം ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ പോയി ഇടപെടാതിരിക്കുക, ആവശ്യമില്ലാത്ത സംസാരിക്കാതിരിക്കുക, തനിക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ പോയി നാം ഇടപെടാതിരിക്കുക. അതൊരു മുസ്ലിം, ഒരാൾ യഥാർത്ഥ മുസ്ലിമാണെന്നുള്ളതിന്റെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തതിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറി നിൽക്കുക. അത് അങ്ങനെ അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കിക്കൊണ്ട് നോമ്പിനെ വരവേൽക്കുക. അവസാനമായി പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുകയാണ്. സാമ്പത്തിക വിശുദ്ധിയാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ഹറാമായ ഭക്ഷണം അവൻ കഴിക്കാൻ പാടില്ല. നോമ്പുകാരൻ മാത്രമല്ല, ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹറാമ് കലർന്ന ഒരു ഭക്ഷണവും അവൻ കഴിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നിങ്ങൾ സമ്പാദിച്ചതിൽ നിന്നും ഹലാലിനെ നിങ്ങൾ ഭക്ഷിക്കുക. വസ്കുറൂ ലില്ലാഹ്, നിങ്ങൾ റബ്ബിന് നന്ദി കാണിക്കണേ. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, റബ്ബിനെ നിങ്ങൾ ആരാധിക്കുകയും ചെയ്യണേ. നല്ല ഭക്ഷണം കഴിക്കാൻ മാത്രമേ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകൂ. പലപ്പോഴും നമുക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പലപ്പോഴും സാധിക്കാറില്ല. അതിനുള്ള കാരണം പറയപ്പെടുന്നത് ഹലാലായ ഭക്ഷണമല്ലാത്തതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മുടെ ഭക്ഷണം അത് ഹലാലാകണം. അങ്ങനെ നോമ്പിനെ നാം എല്ലാ നിലക്കും അതിന്റെ വിശുദ്ധി ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി തയ്യാറാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ട എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.